നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ അപകട ഭീഷണിയിൽ നിന്നിരുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റി. ഓർബിറ്റ് ഗ്രാമീയ ന്യൂസ് ഇംപാക്ട്. പെരിങ്ങോട്ടുകരയിൽ വീടിനു നേരെ പടക്കമെറിഞ്ഞ പ്രതികൾ പോലീസ് പിടിയിലായി. മഴക്കാല ശുചീകരണം കടലാസിൽ മാത്രം. തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായതോടെ വെള്ളക്കെട്ട് ദുരിതത്തിൽ ജനം വലഞ്ഞു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി നിന്നിരുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റി. വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുകയും നിരവധി പേർ ബസ് കാത്തുനിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ അപകടാവസ്ഥയെക്കുറിച്ച് ഓർബിറ്റ് ഗ്രാമീയ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ കൊമ്പ് വെട്ടിയൊതുക്കിയത്. വൈദ്യുതി ലൈനിനോട് ചേർന്നായിരുന്നു ആൽമരത്തിന്റെ കൊമ്പ് താഴ്ന്നു നിന്നിരുന്നത്. ഇലകളും ഇത്തിക്കണ്ണികളും ഇടതൂർന്നു നിൽക്കുന്നതിനാൽ കനത്ത കാറ്റിലും മഴയിലും കൊമ്പ് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ അന്തിക്കാട് പോലീസ് പിടികൂടി. കുറുമ്പിലാവ് ഞാട്ടുവെട്ടി വിഷ്ണു ബ്രഹ്മ, കുറുമ്പിലാവ് കോട്ടം പട്ടത്തുപറമ്പിൽ അൽകേഷ്, താന്യം വെള്ളിയാഴ്ച ചന്ത സമീപം പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരുൾപ്പെടെ 3 പേരെയാണ് അന്തിക്കാട് SI KJ പ്രവീണും സംഘവും അറസ്റ്റ് ചെയ്തത്. കാനകളിൽ മണ്ണും മാലിന്യവും ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാനാകാതെ പരാജയപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളും പൊതുമരാമത്തും. വെള്ളക്കെട്ടിൽ ജനം വലഞ്ഞു. ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ നാടാകെ വെള്ളക്കെട്ടും ദുരിതവും. തൃപ്രയാർ സെന്റർ, നാട്ടിക ഹൈവേ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ എന്നിവ വെള്ളത്തിൽ മുങ്ങി. തൃപ്രയാർ കിഴക്കേനട, പെരിങ്ങോട്ടുകര, മൂന്നുംകൂടിയ സെന്റർ, സോമശേഖര നഗർ, ചാഴൂർ സെന്റർ, പുത്തൻപീടിക, പഴുവിൽ സെന്റർ, ചിറക്കൽ, ഗായത്രി സെന്റർ എന്നിവിടങ്ങളിലെല്ലാം റോഡിൽ മുട്ടിനൊപ്പം വെള്ളത്തിലായി. റോഡിനോട് ചേർന്നുള്ള കടകളിലും വീടുകളിലും വെള്ളം കയറി. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പെരിങ്ങോട്ടുകര റോഡും ചാഴൂർ തൃശൂർ റോഡും വെള്ളക്കെട്ടിലായി. വെള്ളം റോഡിൽ നിന്ന് ഒഴുകിപ്പോകാൻ മണിക്കൂറുകൾ എടുത്തു. തൃപ്രയാർ സെന്ററിലെ പ്രിമ ജ്വല്ലറി, KA ട്രേഡേഴ്സ്, ചേന്നംകുളം, കവിത, ചീരൻസ് ജ്വല്ലറി എന്നീ വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. ദേശീയപാതയിൽ നിന്ന് വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകാത്തതും കാനകൾ വൃത്തിയാക്കാത്തതും മൂലമാണ് കടകളിൽ വെള്ളം കയറിയതെന്നും വ്യാപാരികൾ പറഞ്ഞു. അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഒരിടത്തും പ്രധാന റോഡുകളിലെ കാനകളിൽ നിന്ന് മണ്ണും മാലിന്യവും നീക്കിയിട്ടില്ല. താന്യം പഞ്ചായത്തിലെ പ്രധാന ജലനിർഗമന മാർഗമായ മാത്തുത്തോടിനോട് ചേർന്ന് കിടക്കുന്ന പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ വരെ കാനകളിൽ നിന്ന് വെള്ളമുയർന്നു. കനത്ത നഷ്ടമാണ് കടകളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഒരു 7-7:30 കൂടിയിട്ട് വെള്ളപ്പൊക്കം നടക്കുക. ഇവിടുത്തെ ഈ കാന വൃത്തിയാക്കിയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം പോവുള്ളൂ. ഇന്നലെ മൊത്തം ഇവിടുത്തെ ചായക്കട, ഹോട്ടല്, പൊറോട്ട കട, മെഡിക്കൽ സ്റ്റോർ എല്ലാത്തിലും വെള്ളം കയറി. ഈ അവസ്ഥ ഇനിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും മാറും. ഇവിടെ നമുക്കിപ്പോൾ ഒരു 50,000 പേരെ നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പം ഈ ചാക്കുകൾ മുഴുവൻ നനഞ്ഞു. ഒരു കാലിത്തീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിന് പഞ്ചായത്തിൽ നിന്ന് ആരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം. താന്യം പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച മൂലമാണ് താന്യത്ത് വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ കാരണമെന്ന് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കാനകളും പൊതുതോടുകളും വൃത്തിയാക്കാത്തതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്നും മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ ആരോപിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഒരു സമരത്തിൻ്റെ പുറപ്പാട് ആരംഭിക്കുകയാണ്. അതിന് കാരണം ഇന്നലെ പെയ്ത മഴ. ആ മഴയിൽ ഈ 18 വാർഡിലും വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായി. ആയത് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക സെൻറ്ററുകളും വെള്ളത്തിലാവുകയും അതോടൊപ്പം തന്നെ ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറുകയും ഉണ്ടായി. ഇത് കാലാകാലത്ത് ചെയ്തു തീർക്കേണ്ട റോഡുകളും
കാനകളൊക്കെ തന്നെ വൃത്തിയാക്കാത്തതിലുണ്ടായിട്ടുള്ള പോരായ്മയാണ് ഇതിനൊക്കെ കാരണമായത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലപ്പാട് കൂരിത്തറയിൽ വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാനാവാതെ കുടുംബം. വലപ്പാട് കൂരിത്തറ റെസിഡൻസ് അസോസിയേഷനിലുള്ള 39 നമ്പർ വീട്ടുകാരായ മൂത്രത്തിപ്പറമ്പിൽ അജിത ബാബുവിൻ്റെ വീടിന് ചുറ്റുമാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കുടുംബം. അടുത്ത മഴയ്ക്ക് ഏത് സമയവും വീടിന് ഉള്ളിലേക്ക് കയറാവുന്ന നിലയിലാണ്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും പഞ്ചായത്ത് തോട്ടിലേക്കുള്ള തോട് നികത്തിയതാണ് വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു. അസുഖബാധിതയായ അജിത ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലും പോകേണ്ടതിനാൽ അതിനുപോലും പറ്റാത്ത അവസ്ഥയിലാണ്. വലപ്പാട് പഞ്ചായത്തിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ പാലം നിർമ്മാണത്തെ തുടർന്ന് വെള്ളക്കെട്ടിലായി നാട്ടികയിലെ വിവിധ പ്രദേശങ്ങൾ. പ്രതിഷേധവുമായി വാർഡ് മെമ്പർ നാട്ടിക 4ാം വാർഡ് മെമ്പറായ നികിത പി രാധാകൃഷ്ണനാണ് പ്രതിഷേധ സമരം നടത്തിയത്. നാട്ടിക പുത്തൻതോട് പാലത്തിൽ വാർഡ് മെമ്പർ മഴയത്താണ് സമരം നടത്തിയത്. ഹൈവേ നിർമ്മാണത്തിൻ്റെ നാട്ടിക പുത്തൻതോട് പാലം അശാസ്ത്രീയമായി നിർമ്മിച്ചതുമൂലം വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ട് വാർഡ് വെള്ളക്കെട്ടിലായെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. പല പ്രാവശ്യവും ദേശീയപാത അധികൃതരോട് പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടായില്ല. പ്രതിഷേധ സമരത്തിന് AM ദിൽഷാദ്, PV രാധാകൃഷ്ണൻ, MP ഉണ്ണിക്കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാനകളുടെ പണി പൂർത്തീകരിക്കാതെയും തോടുകളിലെ മാലിന്യങ്ങൾ നീക്കാതെയും നാട്ടിക പഞ്ചായത്ത് വെള്ളക്കെട്ടിന് വഴിയൊരുക്കുന്നതിൽ പ്രതിഷേധിച്ച് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. വിവേകാനന്ദ നഗറിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം ഫിഷറി സ്കൂൾ പരിസരത്ത് നടന്ന സായാഹ്ന ധർണ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പണിയാരംഭിച്ച കാനകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാതെ പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നത് ലെമർ സ്കൂൾ പരിസരത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമാവുമെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. തൃപ്രയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തൃപ്രയാറിലെയും നാട്ടികയിലെയും വീടുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായ അങ്ങാടിത്തോടിന്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അനധികൃത നിർമ്മിതികളും പൊളിച്ചു നീക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. NS ഉണ്ണിമോൻ അധ്യക്ഷനായി. AK ചന്ദ്രശേഖരൻ, KS സുധീർ, ജയരാമൻ വളവത്ത്, ലാൽ ഊണുങ്ങൽ, PV സെന്തിൽകുമാർ, ജോഷി ബ്ലാങ്ങാട്ട്, PK ബേബി, ഷാജി പുളിക്കൽ, നവീൻ മേലെടുത്ത്, MV വിജയൻ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ പല വിധത്തിലുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. മേലെ മെട്രോ വരും, താഴെ വാട്ടർ പാർക്ക് വരും. അങ്ങനെ പല വിധത്തിലുള്ള വികസനം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച ഒരു ഭരണകൂടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും കേരള ജനതയെ വഞ്ചിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഗ്രാമവാർത്തയിൽ ഒരു വാർത്ത കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്താ ഉണ്ടായത്? അത് ഇപ്പോഴത്തെ MP-യും മുൻ MLA-യുമായ TM പ്രതാപൻ ഒരു സംഗമം നടത്തിയിരിക്കുന്നു. കോട്ടമില്ലിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്തിയിരിക്കുന്നു. TM പ്രതാപൻ നാട്ടികയുടെ MLA ആയിരിക്കുമ്പോഴാണ് കോട്ടമില്ലില്ലാതായത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ആ കോട്ടമില്ല് നിലനിൽക്കുവാൻ വേണ്ടി ആ കോട്ടമില്ലിന് മുന്നിൽ കഞ്ഞി വെച്ച് സമരം നടത്തിയ MP-യാണ് TM പ്രതാപൻ. ആ കള്ളനെ കഞ്ഞി വെച്ച തൃശ്ശൂരിന്റെ MP TM പ്രതാപ ഈ ഗ്രാമത്തിന്റെ പ്രയാസങ്ങള്, ജനങ്ങളുടെ പ്രയാസങ്ങള്, പാവപ്പെട്ടവന്റെ യാതനകള്, വേദനയോ അത് മനസ്സിലാക്കുവാൻ എന്തേ TM പ്രതാപൻ തയ്യാറാകുന്നില്ല? CPM ഭരണത്തിൽ നാട്ടികയിൽ റോഡ് ഏത് തോടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെ ആയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. കഴിഞ്ഞ UDF ഭരണകാലത്ത് മഴയ്ക്ക് മുൻപായി തൃപ്രയാറിലെയും മറ്റു പ്രധാന കാനകളും തോടുകളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ CPM ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഒരു പ്രവൃത്തിയും നടത്താത്തതിനാൽ തൃപ്രയാർ സെന്റർ സംസ്ഥാന വെള്ളക്കെട്ട് കേന്ദ്രമായി മാറുമെന്നും മലിനജലം കെട്ടിക്കിടന്ന് നാട്ടികയിലെ ജനങ്ങളെ പകർച്ചവ്യാധികൾ പരത്തി മാറാരോഗികളാക്കി നാട്ടിക പഞ്ചായത്തിനെ മാറ്റുമെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. ഉത്തരവാദിത്തം എന്തെന്നറിയാത്ത, ചുമതലാബോധം എന്തെന്ന് തിരിച്ചറിയാത്ത, കടമ കാണാൻ കഴിയാത്ത, കർത്തവ്യം നിർവഹിക്കാൻ കഴിയാത്ത നാട്ടികയിലെ CPM പഞ്ചായത്ത് ഭരണം അത് അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുന്നു, കെടുകാര്യസ്ഥതയുടെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു.
വേനൽ മഴ വീണപ്പോൾ തന്നെ നമുക്ക് തലയിൽ ആൾതാമസമുള്ളവർക്ക് മിനിമം മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും ഈ വർഷക്കാലം, ഈ മഴക്കാലം സങ്കീർണവും അതിദുരിതപൂർണവുമായിരിക്കും എന്ന തിരിച്ചറിവുണ്ട്. നാട്ടികയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചു ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. VR വിജയൻ, P വിനു, AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, CS മണികണ്ഠൻ, KR ദാസൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. CITU എടത്തിരുത്തി കോർഡിനേഷൻ കമ്മിറ്റി CITU സ്ഥാപക ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പെരുമ്പടപ്പ് GLP സ്കൂൾ ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. അനിൽ കാട്ടിക്കുളം അധ്യക്ഷനായി. ഭാരവാഹികളായ MK ഫൽഗുണൻ, KG സുഖദേവ്, NR ഗ്യാൻ ജൂലിയറ്റ്, PS ഷാഫി, NN അനിലൻ എന്നിവർ സംസാരിച്ചു. KMCC ഖത്തർ മണലൂർ മണ്ഡലം കമ്മിറ്റി മണലൂർ മഹിമ ശീർഷകത്തിൽ സൗഹൃദ സംഗമവും വനിതാ വിഗ് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. അത്ലൻ ഇവന്റ് ഹാളിൽ വെച്ച് നടന്ന സംഗമം KMCC ഖത്തർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MC ഹാഷിം സാഹിബ് അധ്യക്ഷനായി. PSM ഹുസൈൻ, NT നാസർ, യൂസഫ് വാടാനപ്പള്ളി, നൌഫൽ P മൊയ്തുണ്ണി എന്നിവർ സംസാരിച്ചു. MBBS വിജയിച്ച കാരമുക്ക് സ്വദേശി ദേവിക ദേവദാസിനെ തൃശൂർ MP TN പ്രതാപൻ ആദരിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ AP ജോസ്, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സജീവൻ താനപ്പാടം, MP സുഭാഷ്, ശങ്കുണ്ണി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ കുട്ടികളുടെ എല്ലാ സങ്കടവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു. അതായത് സ്വർണ്ണക്കരണ്ടിയിൽ തേനും വയമ്പും ചാലിച്ചിട്ട് നാവിൻ്റെ തുമ്പിൽ സ്വർണ്ണക്കരണ്ടിയിൽ വെച്ച് കൊടുത്തിട്ട് ജീവിച്ചു വന്നതല്ല, സാധാരണക്കാരുടെ മകളാണ്. അതുകൊണ്ട് ദേവികയ്ക്കുണ്ടായ വിജയം നമ്മുടെ നാടിന് എല്ലാവർക്കും വലിയ സന്തോഷം, അഭിമാനമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയത്തും ദേവികയ്ക്ക് ആദ്യം മധുരം കൊടുക്കണം. മാമ്പിള്ളി ശിവനങ്ങാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. ഷൺമുഖപ്രിയ ഡാൻസ് ഓഫ് സ്കൂൾ അവതരിപ്പിച്ച വിവിധയിനം നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. പരിപാടികൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി നേതൃത്വം നൽകി. മണപ്പുറത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ ഞായറാഴ്ച നൽകും. രാമു കാര്യട്ട് പുരസ്കാരം M മുകുന്ദനും,
KV പീതാംബരൻ സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്കും CKG വൈദ്യർ സ്മാരക പുരസ്കാരം ഷീബ അമീറിനും കവി P. സലീം രാജിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം കവി PN ഗോപികൃഷ്ണനുമാണ് സമ്മാനിക്കുക. രാമു കാര്യട്ട് പുരസ്കാരം 25,000 രൂപയും ശില്പവും മറ്റു പുരസ്കാരങ്ങൾ 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണെന്ന് മണപ്പുറം സമീക്ഷ പ്രസിഡന്റ് VN രണദേവ്, സെക്രട്ടറി TS സുനിൽകുമാർ, ട്രഷറർ CG അജിത് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച 3-ന് തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. P. ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയാകും. PN ഗോപികൃഷ്ണൻ, P. സലീം രാജിനെ അനുസ്മരിക്കും. VR പ്രഭ, സുജിന്ത് നാരായണൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ 2 കൊല്ലം 3 അവാർഡ് വെച്ചിട്ടാണ് കൊടുത്തത്. ഈ പ്രാവശ്യം മണപ്പുറം സമീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന സംഘാടകനായിരുന്ന P. സലീം രാജ് ഈ അടുത്തിടെയാണ് മരണപ്പെട്ടത്. അപ്പോൾ മണപ്പുറം സമീക്ഷ അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു അവാർഡ്, പ്രത്യേകിച്ച് കവിത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ഏർപ്പെടുത്തണം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഥമ അവാർഡ്, സലീം രാജിൻ്റെ പേരിലുള്ള പ്രഥമ അവാർഡ് നമ്മുടെ മണപ്പുറത്തുകാരൻ തന്നെയായിട്ടുള്ള PN ഗോപികൃഷ്ണൻ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ M. മുകുന്ദൻ, പാലോളി മുഹമ്മദ് കുട്ടി, ഷീബ അമീർ, PN ഗോപികൃഷ്ണൻ 4 പേർക്കാണ് ഈ അവാർഡുകൾ സമ്മാനിക്കാൻ തീരുമാനിച്ചത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024 SSLC +2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല
നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. മണപ്പുറം ഫൗണ്ടേഷൻ വിങ്സ് ഓൺ വീൽസ് പദ്ധതി പ്രകാരം നിർധനരായ 75 ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകും. ഹൈബി-ഈഡൻ MP, MLA-മാരായ അൻവർ സാദത്ത്, CC മുകുന്ദൻ, ET ടൈസൺ, PP ചിത്തരഞ്ജൻ, റോജി വർഗീസ്, TJ സനീഷ് കുമാർ, മണപ്പുറം MD VP നന്ദകുമാർ എന്നിവർ പങ്കെടുക്കും. മണപ്പുറം ഫിനാൻസിന്റെ വജ്ര ജൂബിലിയുടെ ഭാഗമായാണ് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകുന്നത്. 500-ലേറെ അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 വയസ്സിനും 50 വയസ്സിനുമിടയിൽ പ്രായമുള്ള 11 ജില്ലകളിലുള്ളവർക്കാണ് സ്വയം തൊഴിലിനായി 1 ലക്ഷം രൂപ വീതം വരെയുള്ള സ്കൂട്ടറുകൾ നൽകുന്നതെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ്, CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, സോഷ്യൽ വർക്കർമാരായ TS സഞ്ജയ്, മാനുവൽ അഗസ്റ്റിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഫൈനാൻസിന്റെ ഡയമണ്ട് ജൂബിലിയാണ്, 75 വർഷം തികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നന്ദകുമാർ സാറ് 75 മുച്ചക്ര സ്കൂട്ടറുകൾ വികലാംഗരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അംഗപരിമിതരായവർക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 75 പേരെ നമ്മൾ കണ്ടെത്തി 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ ഈ മുച്ചക്ര സ്കൂട്ടർ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടൊരു ജീവിതം പടുത്തുയർത്താൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളത്. BPL-ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഏകദേശം 500ഓളം അപ്ലിക്കേഷൻസ് വന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 11 ജില്ലകളിൽ നിന്നുള്ള 75 പേർക്കാണ് നമ്മൾ മുച്ചക്ര സ്കൂട്ടറുകൾ നൽകുന്നത്. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാഗോപാല പൂജ നടത്തി. NS പ്രജീഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച പൂജയിൽ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ പ്രിൻസിപ്പാൾ TR വിജയവും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. വിദ്യാഗോപാല പൂജയിൽ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളുമടക്കം 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് ഭജനയും പ്രസാദ വിതരണവും നടന്നു. സർവ്വദേവതകളെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കാണുമ്പോൾ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന ആരംഭിക്കുന്നു. ഇവിടെ വിദ്യാരാജഗോപാല മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പൂജിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ വിദ്യാസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നമ്മൾക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ അറിവും ബുദ്ധിയും കർമ്മശ്രേഷ്ഠതയും അറിവ് മാത്രമുണ്ടായാൽ പോരാ, ആ അറിവിനെ പ്രയോഗിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാകണം. നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്, ബുദ്ധിയില്ലാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. എല്ലാവർക്കും ഭഗവാൻ ബുദ്ധി
ബുദ്ധിയെ നൽകിയിട്ടുണ്ട്. ബുദ്ധിയെ നൽകി അനുഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഭഗവാൻ ജനിപ്പിച്ചത്. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കണം. നമുക്ക് അത് പ്രയോഗിക്കാനുള്ള കഴിവുണ്ടാകണം. ആ കഴിവ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഗുരുത്വമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകണം. ഏതൊരു അറിവും അതിനെ പൂർണ്ണതയിലെത്തിക്കണമെങ്കിലും ആ അറിവിനെ നല്ല രീതിയിലുള്ളമായ അപവിത്ര പവിത്രോവ സർവാവസ്ഥ ഗതോപിവ യസ്മരേ പുണ്ഡരീകാക്ഷം. നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ സെന്തിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നാട്ടിക വെസ്റ്റ് KM UP സ്കൂൾ പ്രധാനാധ്യാപിക ലസിത ടീച്ചർ കുട്ടികളെ അനുമോദിച്ചു. വാർഡിൽ നിന്നും വിജയിച്ച എല്ലാ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. റിട്ടയർഡ് SI NK വിജയകുമാർ, ലാൽ ഊണുങ്ങൾ, ദിനേശൻ പാണപറമ്പിൽ, രവി മയൂർ, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഓരോ വകുപ്പിലേക്ക് തിരിയാൻ പോവുകയാണ്. ഓരോരുത്തരും ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഫീൽഡിലേക്ക് മാറുമ്പോൾ നല്ല കുട്ടികളായി നന്നായി പഠിച്ച്, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് മറ്റുള്ള ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല മക്കളായി എൻ്റെ പൊന്നുമക്കൾ ജോലിയൊക്കെ വാങ്ങി ടീച്ചറെ കാണാൻ വരണം, സ്കൂളിലേക്കും വരണം എന്ന് ഞാൻ ടീച്ചർ പറയുകയാണ്. KSU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശ്രീനാരായണ കോളേജ് KSU യൂണിറ്റ് കമ്മിറ്റി പതാക ഉയർത്തലും വൃക്ഷത്തൈകൾ നടലും നടത്തി. KSU സംസ്ഥാന ട്രഷറർ സച്ചിൻ T പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. KSU നാട്ടിക SN കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഗ്രിഗേഷ് KS അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ ഓർമ്മ മരം നട്ടു. ചടങ്ങിൽ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉവൈസ് നാസർ, യൂണിറ്റ് ഭാരവാഹികളായ ഐശ്വര്യ KR, രാഹുൽ FS, സഗീർ പടുവിങ്ങൽ, ജെറാൾഡ് P സൈമൺ എന്നിവർ നേതൃത്വം നൽകി. താന്യം യുവജന കലാവേദി പുസ്തകോത്സവം 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച വിജയം നേടിയ കുട്ടികളെയും ഈ യുവജന കലാവേദിയുടെ പരിധിയിൽ വരുന്ന വിജയിച്ച എല്ലാ കുട്ടികളെയും ഇവിടെ വെച്ച് ആദരിക്കുക. അതോടൊപ്പം തന്നെ അതിൽ താഴെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ പഠനത്തിനാവശ്യമായ പഠനോപകരണ സഹായവും ഈ വേദിയിൽ വെച്ച് നടക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വികാസ ചരിത്രം സത്യത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം കൂടിയാണ്. വാർഡ് മെമ്പറും കലാവേദി പ്രസിഡന്റുമായ സതി ജയചന്ദ്രൻ അധ്യക്ഷയായി. ഡോക്ടർ ഷമീർ പൂവാമ്പറമ്പിൽ പുസ്തകം കൈമാറി. ചടങ്ങിൽ അങ്കണവാടി കുട്ടികൾക്ക് കുടയും നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി +2 വിജയികളെ ആദരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ SSLC പരീക്ഷയിലെ ഉന്നത വിജയികളെ ആദരിച്ചു. രക്ഷാധികാരികളായ TK പരമേശ്വരൻ, NN അശോക് കുമാർ, സെക്രട്ടറി KK ബിജു, ട്രഷറർ PR സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. കോതകുളം ബീച്ച് നിത്യസഹായ മാതാ കുരിശുപള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ വണക്കമാസ തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയും നടന്നു. തിരുനാൾ ദിവസമായ മെയ് 31 വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിൻഡോ പെരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൺവീനർ ഡേവിസ് വാഴപ്പള്ളി, കൈക്കാരന്മാരായ ഫെന്നി ഫ്രാൻസിസ്, ANG ജെയ്ക്കോ, ഷാജി ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം കാരയിൽ തെക്കൂട്ട് അന്നപൂർണേശ്വരി രുദ്രമാല ചാത്തൻ സ്വാമി ദേവസ്ഥാനത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. ക്ഷേത്രമേൽശാന്തി കണ്ണൻ ശാന്തി, തന്ത്രി സുശീൽ ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര നിർമ്മാണ ശില്പി ഷിജിൽ അന്തിക്കാട് കട്ടിള ഏറ്റുവാങ്ങി.
പ്രസാദ ഊട്ടുമുണ്ടായി. ചടങ്ങുകൾക്ക് ദേവസ്ഥാനം ഭാരവാഹികളായ ഷാജഹാൻ, കിഷോർ, അജിത് കുമാർ, സോമദത്തൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് ഷാജഹാൻ നിർമ്മാണ ഫണ്ടിലേക്ക് 50,000 രൂപ സംഭാവന നൽകി. മണപ്പുറം ഫൗണ്ടേഷൻ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി നൽകുന്ന സ്കൂട്ടറുകൾ റാലിയായി നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര പുറപ്പെട്ടു. മണപ്പുറം ഫിനാൻസ് MD VP നന്ദകുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം റിതി ജ്വല്ലറി MD സുഷമ നന്ദകുമാർ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ് എന്നിവർ സംസാരിച്ചു. 50% ഭിന്നശേഷിയുള്ള 75 നിർധനരായവർക്കാണ് 1,00,000 രൂപ വീതം വിലയുള്ള മുച്ചക്ര വാഹനം സൗജന്യമായി ജൂൺ 1 വൈകിട്ട് CL കൺവെൻഷൻ സെന്ററിൽ വെച്ച് വിതരണം ചെയ്യുന്നത്. ഏറെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഇടപെടാൻ എല്ലാം മണപ്പുറത്തിന് കഴിഞ്ഞത് ഫിനാൻസിൻ്റെ ഒരു സാമ്പത്തിക ബലത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിലെത്തി കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോഴാണ് മണപ്പുറത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ സാമൂഹ്യ സന്നദ്ധ വിഭാഗം നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയാൻ കഴിഞ്ഞത്. കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത മാതൃകകൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദേശധ്വനി പാലാഴിയുടെ നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികൾക്കും പുസ്തക വിതരണം നടത്തി. 1-ാം വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ ജനു ചേന്നാട്ട്, ദേശധ്വനി പ്രവർത്തകരായ ശരത് കുറുവങ്ങാട്ടിൽ, ലിതീഷ് വടശ്ശേരി, ഷിജൂട്ടൻ പ്ലാവളപ്പിൽ, വിഷ്ണു ഏറാട്ട്, ഷൈജു ഇയാനി, മഹേഷ് പൊടിയാട്ടിൽ, ദിലീഷ് കിഴക്കൂട്ട്, അഖിലേഷ് ഏറാട്ട്, കൃഷ്ണദേവ് കണിയാമ്പറമ്പിൽ, ശ്രീരാഗ്, ദീപക് കിഴക്കൂട്ട്, സിന്ധു ബോസ്, ജനക രാജൻ, മിഷ രതീഷ്, ദേവിക വിഷ്ണു, ബിനി അഖിലേഷ്, ടിനു എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 5 ലക്ഷത്തിലധികം വരുന്ന കാഴ്ച വൈകല്യമുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന പേരിൽ സംഘടന രൂപീകൃതമായി. സംഘടനയുടെ ഉദ്ഘാടനവും ഹെല്ലൻ കില്ലർ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച രാവിലെ 10-ന് കണ്ടച്ചങ്കടവ് ഗവൺമെൻറ് ജോസഫ് മുണ്ടശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സംഘാടക സമിതി യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. ജനപ്രതിനിധികൾ, നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് PR റോഷ്നി, സെക്രട്ടറി KS വിനോദ് എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എന്നിവ സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ PI സജിതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ക്ലാസ് എടുത്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർമാരായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, കല ടീച്ചർ, വാർഡ് മെമ്പർ സുമന ജോഷി, കുടുംബശ്രീ CDS ഷീജ രാമചന്ദ്രൻ, ആശാപ്രവർത്തക രേവതി എന്നിവർ സംസാരിച്ചു. നന്നായി പഠിക്കുക, നന്നായി വളരുക, അല്ലേ? നല്ല മക്കളായിട്ട് കുടുംബത്തിനും നാടിനും വേണ്ടി പ്രവർത്തിക്കുക, ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. ഉന്നത വിജയം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും മാർക്ക് മേടിച്ചത് കൊണ്ട് ഒരു മാതൃകാ വിദ്യാർത്ഥിയാകണം അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാകണം എന്നില്ല. നമ്മളിലുള്ള പല കുറവുകളുമുണ്ട്. ഒരുപക്ഷെ മാർക്ക് പഠിക്കാൻ മിടുക്ക് കുറഞ്ഞവർ ഒരുപക്ഷെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മളെക്കാളൊക്കെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാണ്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ആ കൂട്ടത്തിലാണ് ഞാനും. പഠിപ്പ് വളരെ കുറവായിരുന്നു, ഒരു ഉന്നത വിജയം നേടാൻ സാധിച്ചില്ല. നമ്മുടെ കയ്യിലിരിപ്പുണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ ചില നന്മകൾ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയല്ല. ദിലീപ് പറയുന്നത് പോലെ ഞാനാരാമല്ലേ, അതല്ല, പേര് പറയുമ്പോഴേ വിമൽ കുമാർ എന്ന് പറയും, കുഞ്ഞിക്കൂനല്ലേ.
അപ്പോ കൊച്ചിനെ നിഫ ചോദിക്കണ്ടേ, അപ്പോ ആര് ഞാൻ എനിക്കിട്ടിരിക്കുന്ന പേര് എന്ന് പറഞ്ഞ പോലെ ആർത്ഥത്തിലല്ല. പക്ഷേ പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ അപകട ഭീഷണിയിൽ നിന്നിരുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റി. ഓർബിറ്റ് ഗ്രാമ്യ ന്യൂസ് ഇംപാക്ട്. പെരിങ്ങോട്ടുകരയിൽ വീടിനു നേരെ പടക്കമെറിഞ്ഞ പ്രതികൾ പോലീസ് പിടിയിലായി. മഴക്കാല ശുചീകരണം കടലാസിൽ മാത്രം. തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായതോടെ വെള്ളക്കെട്ട് ദുരിതത്തിൽ ജനം വലഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.